ഇന്ന് നമുക്ക് ഹാഡിൻ്റെ ഉപയോഗം എന്താണെന്ന് പഠിക്കാം. യൂസ് ഓഫ് ഹാഡ് ഇൻ സെൻറ്റൻസസ്. ഹാഡ് എന്ന പ്രയോഗം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആണ്. മറ്റൊരു ഭൂതകാല പ്രവൃത്തിക്ക് മുമ്പ് തന്നെ പൂർത്തിയായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, I had lunch before the bell rang. അതായത് ബെല്ലടിക്കുന്നതിന് മുമ്പേ ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു. ബെല്ലടിച്ചു എന്നതൊരു പാസ്റ്റ് പ്രവൃത്തിയാണ്. അതിനു മുമ്പ് തന്നെ ഉച്ചഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് മറ്റൊരു പാസ്റ്റ് ഇവൻ്റ് ആണ്. ടു ഷോ എ സീക്വൻസ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്. കഴിഞ്ഞകാല പ്രവൃത്തിയുടെ തുടർച്ചയെ കാണിക്കുന്നതിന് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ബൈ ദ ടൈം ദേ അറൈവ്ഡ് വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അവർ എത്തിയപ്പോഴേക്കും ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു. ടു എംഫസിസ് ആൻ എക്സ്പീരിയൻസ് ബിഫോർ അനദർ പാസ്റ്റ് ഇവൻറ്റ്. മറ്റൊരു ഭൂതകാല പ്രവൃത്തിക്ക് മുന്നേ നടന്ന സംഭവത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, റാണി ടോൾഡ് മീ ഷീ ഹാഡ് എ മീറ്റിംഗ് വിത്ത് ദ കളക്ടർ. റാണി എന്നോട് പറഞ്ഞു അവൾ കളക്ടറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന്. ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇത് ഉപയോഗിക്കുന്നു. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെനി ബുക്സ് വിച്ച് വെയർ ലോസ്റ്റ് ഇൻ ദ ഫ്ലഡ്. അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരുന്നു, അവയെല്ലാം വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന്. വെൻ ഹാവ് ഇൻ ദ മെയിൻ വെർബ്. മെയിൻ വെർബ് ഹാവ് വരുമ്പോൾ ഹാഡ് ഉപയോഗിക്കും. ഷീ ഹാഡ് ബിരിയാണി ഫോർ ലഞ്ച്. അവൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു. ഇവിടെ ഹാവ് എന്നുള്ള മെയിൻ വെർബിൻ്റെ പാസ്റ്റായിട്ടാണ് ഫസ്റ്റ് ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഹാഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ.